അപ്പൊ ചില ആൾക്കാർ അതല്ലേ നടത്തണത്. മടവൂര് ശൈഖുനാടെ മഹത്വമൊക്കെ അങ്ങനെ പറയും. ഇക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാ. അത് എന്നിട്ട് അഭിമുഖം കൊടുക്കുകയും ചെയ്യുക. അത് പുറത്തു വരുമ്പോഴോ അപ്പുറത്തുനിന്ന് സംഘടനാ നേതാവ് ഉരുട്ടുന്ന സമയത്തോ അപ്പുറത്തുനിന്ന് പറയാ എന്റെ അനുമതി ഇല്ലാണ്ടാണ് അത് കൊടുത്തതെന്ന്. ഈ ആരടാ എന്റെ അനുമതി? ആരാ അവിടുത്തെ ശുചായി? അനക്ക് സംഭവിച്ച ആ സംഭവം യാഥാർത്ഥ്യാണോ? അത് സംഭവം ശരിയാണ്, മടവൂര് ശൈഖിന് സംഭവിച്ചു. അതോ ഷെയറിയും ചെയ്തു. ആരോട്? ഇന്റർവ്യൂവിന് എന്ന ഉസ്താദിനോടൊക്കെ പങ്കുവെച്ചതിന് ശേഷം അത് പുറത്തായി. പിന്നെ ഇന്റർവ്യൂ നടത്തുമ്പോ അറിയില്ല ഇത് പിന്നെ കുടി കൊണ്ടിട്ട് അടുക്കള വെക്കാൻ ഇന്റർവ്യൂ നടത്തണത്. ഈ ക്യാമറയും സംവിധാനമൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ എന്തിനാ? അത് മാലോകർക്ക് എത്തിച്ചു കൊടുക്കാനല്ലേ. അത് ഈ വരുന്ന സമയത്ത് തന്നെ ഈ ഉസ്താദ് പറയാറുണ്ടല്ലോ. അതൊക്കെ ചെയ്ത് സംഭവം പുറത്തു വന്ന് അപ്പൊ സംഘടനാ നേതാക്കന്മാർ കണ്ണുരുട്ടി. അയ്യോ ബന്ധല്ലാന്ന്. ആരെ ബന്ധടോ? അന്റെ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം? അതിന് ഞങ്ങളൊരു പരിഗണനയും കൊടുക്കണില്ല. ആ പറഞ്ഞത് സത്യാണോ? അത് പറയണ്. ആ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ്, പക്ഷെ പുറത്തു വിട്ട എന്റെ അനുമതി, അല്ലെങ്കിൽ എന്റെ അനുമതി ആർക്ക് വേണം? പോയി പണിയൊക്കെ കൊടുക്കും. അതിലൊന്നും കഥല്ലാന്ന്. കുത്തുഫുൽ ആലം എന്നിട്ട് 500ഓളം പേജുള്ള ഒരു കിതാബ് ഒരു മൊയ്ലിയരുണ്ടാക്കുക. എത്ര പണി വേണം സുഹൃത്തുക്കളെ? 500 പേജുള്ള ഒരു അറബി ഗ്രന്ഥം രചന നടത്തണമെങ്കിൽ എത്ര അധ്വാനിക്കണം? അത് പുറത്തിറങ്ങി. മടവൂര് ശൈഖുനാടെ ബഹുമതി, ഉന്നതി എവിടെ? കാര്യപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന്. അതും മടവൂര് ശൈഖുന കല്ലെടുത്ത് എറിഞ്ഞുണ്ടാക്കിയ ആ സ്ഥലത്തുണ്ടാക്കിയ സ്ഥാപനത്തിന്റെ ഉള്ളിൽ അവിടത്തെ ഗ്രന്ഥാലയത്തിന്റെ സൂക്ഷിപ്പുകാരനായ മൊയ്ലിയാരാ. കോഴിക്കോട് മർക്കസേ. ഇവര് പറയല്ലേ ഞങ്ങള് മടവൂര് ശൈഖുനാടെ ഹോൾസെയിൽ ഡീലർമാരാണ്. ഔലിയാക്കളെ ഹോൾസെയിൽ ഡീലർമാര് വടകര നൂറ്, മടവൂര് ശൈഖ് ഒക്കെ ഇവരെ സ്വന്തം ആൾക്കാരാ. എന്നിട്ടോ ആ ശൈഖുനാടെ മദ്ഹ് ഒരു മൊയ്ലിയാര് മർക്കസിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കിതാബ് എഴുതുക. ആ കിതാബ് പുറത്തു വന്ന് നോക്കുമ്പോഴോ സംഘടനാ നേതാക്കന്മാര് കുറ്റ്യാടിയിൽ നിന്നൊരു നയൽവാദി കണ്ണുരുട്ടി, പൊന്മളയിൽ നിന്ന് വേറൊരു വരട്ടിനിയായി ഓൻ കണ്ണുരുട്ടി. ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് ഓരോരുത്തരിങ്ങനെ ഉരുട്ടുക. കണ്ണുരുട്ടുമ്പോഴോ അപ്പൊ പറയാ ജീവിതത്തിൽ ഇന്ന് വരെ ആ കുത്തുഫുല്ലാല എഴുതിയ മൊയ്ലിയേര് നമ്മൾ 2 കൊല്ലം മൂപ്പരെ നേരിട്ട് പരിചയമുള്ള ആളാ. നമ്മൾ വർക്കസി പഠിച്ച ആളല്ലേ. അയാൾ അങ്ങനെ ഒരു ശബ്ദരേഖ കൊടുത്തത്, ഒരു വോയിസ് ഇറക്കിയത് നമ്മൾ അതിൻ്റെ മുമ്പും കേട്ടിട്ടില്ല, ശേഷവും കേട്ടിട്ടില്ല. അയാൾ 500ഓളം പേജുള്ള കിതാബ് രചിച്ച ആ കിതാബ് പിൻവലിക്കുന്നു എന്ന് 1 മിനിറ്റിൽ താഴെയുള്ള വോയിസ് കൊണ്ട് ഇതൊക്കെ എടുക്കണം. അതങ്ങണ്ട് പിൻവലിച്ചു. സംഘടനക്കാർ കണ്ണുരുട്ടി. അപ്പൊ ഇനി മുസാവറയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടണോ? ഏത് മുസാവറ? ആ മുസാവറയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടണമെങ്കിൽ ഇപ്പൊ ക്ഷണിതാവേ ആയിട്ടുള്ളൂ. മുസാവറ അംഗമായിട്ട് തെരഞ്ഞെടുക്കണമെങ്കിലോ അതിനിപ്പോ മടവൂര് ശൈഖുന ഒരു കുത്തുബുണ്ട്, ഒരു ശൈഖുണ്ട് എന്നൊക്കെ കേട്ടാൽ അവിടേക്കൊന്നും പോകണ്ട, കിതാബ് മുത്താല എഴുതിട്ടിരുന്നാ മതിന്ന് വേറൊരു ചെങ്ങായി. എന്തൊക്കെ കോലത്തിലുള്ള സാധനങ്ങളാ, എന്തൊക്കെ വർത്താനങ്ങളാ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. ഇത് ശരിക്കും ഓരോരുത്തരുടെയും അകത്തളങ്ങൾ എന്താണെന്ന് കൃത്യമായി മാലോകർക്ക് ബോധ്യപ്പെടാൻ കിട്ടുന്ന അവസരമാണ്. ഏതുപോലെ ഇസ്രാ മിഅ്റാജിന്റെ സംഭവം നടന്നപ്പോ മുഅ്മിനാര് മുനാഫിഖാര് എന്നത് തിരിച്ചറിഞ്ഞ ആ നിർണായക ഘട്ടം, ടേണിംഗ് പോയിന്റ്. ഇതുപോലെ അന്നത്തെ മിഅ്റാജാണ് ഇന്നത്തെ മടവൂരി ശൈഖുനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോ ചില ആളുകളുടെ ഉള്ളിലുള്ള കള്ളങ്ങൾ പുറത്തു ചാടുക.